അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2982. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് പഴയ ഭർത്താവിന് ഭാര്യയെ കെട്ടിച്ചു കൊടുക്കാതിരിക്കരുത്. അതായത് പഴയ ഭർത്താവിന് വീണ്ടും പഴയ ഭാര്യത്തിനെ വിവാഹം ചെയ്യണമെന്ന് തോന്നിയാൽ അതിന് തടസ്സം നിൽക്കാൻ പാടില്ല എന്നർത്ഥം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. വിശുദ്ധ ഖുർആനിലെ ഫലാ തഅദുലൂഹുന്ന എന്ന് പറയുന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാം. ഹദ്ദസനി മഅഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്നഹ നസലത്ത് ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. കാല അദ്ദേഹം പറയാ, സവ്വജ്തു ഉഖ്തല്ലി മിൻ റജുലിൻ, എൻ്റെ പെങ്ങളെ സഹോദരിയെ ഞാൻ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഫതല്ലഖ, അയാൾ പിന്നീട് എന്ത് ചെയ്തു? അവളെ പെങ്ങളെ ഒഴിവാക്കി, ത്വലാഖ് ചൊല്ലി, എൻ്റെ പെങ്ങളെ ഒഴിവാക്കി. ഹത്ത ഇദൻഖലത് ഇദ്ദത്തുഹ, അങ്ങനെ അവളുടെ ഇദ്ദ കഴിഞ്ഞപ്പോൾ, വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം അവളുടെ ഇദ്ദ കാലയളവ് കഴിഞ്ഞപ്പോൾ, ജാഅ യഖ്തുബുഹ, അയാൾ വീണ്ടും വന്നു ഇയാളെ വിവാഹാലോചന നടത്തിക്കൊണ്ട്, എനിക്ക് അവളെ വീണ്ടും വിവാഹം ചെയ്യണം, നിക്കാഹ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദ കഴിഞ്ഞതിന് ശേഷം പഴയ ഭർത്താവ് വന്നു. ഫഖുൽതു ലഹു, ഞാൻ അയാളോട് പറഞ്ഞു, സവ്വജ്തുക വ ഫറഷ്തുക വ അക്രംതുക ഫതല്ലഖ്തഹ, നിനക്ക് ഞാൻ അവളെ വിവാഹം ചെയ്തു, കൂട്ടിച്ചേർത്ത് ഇണയാക്കി തന്നു, എൻ്റെ കൂടെ കിടക്കാനും എല്ലാറ്റിനും അനുവാദം നൽകുന്ന രൂപത്തിൽ എനിക്ക് ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കി തന്നിരുന്നു നേരത്തെ. സുമ്മ ജിഅ്ത തഖ്തുബ, പിന്നെയും നീ വീണ്ടും വിവാഹാലോചന നടത്തിയിട്ട് വരികയാണ്. ലാ വല്ലാഹി ലാ തഊദു ഇലൈക അബദ, അള്ളാനെ തന്നെ സത്യം, ഓളും ഞങ്ങൾക്ക് കിട്ടൂല, അവളെ ഇനി നിനക്ക് വിവാഹം ചെയ്തു തരില്ല, കാരണം നിനക്ക് നേരത്തെ വിവാഹം ചെയ്തു തന്നു, എന്നിട്ട് നീ അവളെ ഒഴിവാക്കി, ഇനി കിട്ടൂല. വക്കാന റജുലൻ ലാ ബഅസബി, എന്നാൽ ഈ മനുഷ്യനുണ്ടല്ലോ, അയാൾ വലിയ കുഴപ്പമില്ലാത്ത ആളായിരുന്നു. ഞാൻ രണ്ടാം വിവാഹം ചെയ്ത് കൊടുക്കൂല എന്ന് പറഞ്ഞത് ആദ്യം ഒഴിവാക്കിയുള്ള കാരണം കൊണ്ടാണ്. ഇയാൾ കുഴപ്പമില്ലാത്ത നല്ല മനുഷ്യനാണ്. വക്കാനത്തിൽ മർഅത്തു തുരീദു അൻ തർജിഇലൈഹി, എന്നാൽ ഈ പെണ്ണ് അഥവാ എൻ്റെ പെങ്ങൾ, ഓൾക്ക് അയാളിലേക്ക് തന്നെ മടങ്ങണമെന്നുണ്ടായിരുന്നു, പഴയ ഭർത്താവിനെ തന്നെ കിട്ടണമെന്ന് അവൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ സമ്മതിച്ചതുമില്ല. വക്കാന അൻസലല്ലാഹു ഹാദിഹിൽ-ആയ, അപ്പോഴാണ് അല്ലാഹു തആല ഈ ആയത്തിറക്കുന്നത്. എന്താ? ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്. സ്ത്രീകളെ അവരുടെ പഴയ ഭർത്താക്കന്മാരെ തന്നെ വീണ്ടും വിവാഹം ചെയ്യാൻ നിങ്ങൾ തടസ്സം നിൽക്കരുത്, തടയരുത് എന്ന് ഖുർആനിൽ ആയത്തിറങ്ങുന്നത്. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിനോട്, അൽ ആന അഫ്അലു യാ റസൂലല്ലാഹ്, ഇത് ഞാൻ ചെയ്യാം നബിയെ, ഇപ്പോൾ ഞാൻ ഓക്കെയാണ് നബിയെ. അല്ലാഹു തആല പ്രത്യേക നിർദ്ദേശം പറഞ്ഞപ്പോഴേ അദ്ദേഹം സംഭവിച്ചു, ഓക്കെ ഞാൻ റെഡിയാണ്. റാവി പറയാണ്, ഫസവ്വജഹ ഇയ്യാഹു, അങ്ങനെ അവളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇസ്ലാമിക നിയമത്തിനെതിരായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്തരം വിവാഹങ്ങൾക്ക് തടസ്സം നിൽക്കരുത്. പ്രത്യേകിച്ച് നേരത്തെ വിവാഹം ചെയ്തു കഴിഞ്ഞ വിധവയായി കഴിയുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വിവാഹത്തിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ വരുമ്പോൾ അത് മുടക്കരുത് എന്നർത്ഥം. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളിലും ഖൈറായത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.